സ്മൃതിപുരാണാനാമാലയം കരുണാലയം തന്നൗമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം ആരായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരും കെട്ടുകഥകളാണ് അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ കാലടി എന്ന സ്ഥലത്ത് ആര്യാന്തർജനത്തിൻ്റെയും ശിവഗുരുവിൻ്റെയും മകനായി ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ സന്യാസത്തിന് ആഗ്രഹിച്ചു. 16 വയസ്സാകുമ്പോഴത്തേക്ക് വേദാംഗങ്ങളൊക്കെ തന്നെ പഠിച്ചു. പിന്നീട് ഗുരുവിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് യാത്രയായി. 32 വയസ്സ് വരെ ജീവിച്ചു എന്ന് തുടങ്ങി പല കഥകളും നമുക്കറിയാം. എന്നാൽ കഥകളെ കൂടാതെ ചില കഥകൾ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാരുമുണ്ട്. എന്തായിരുന്നു ശങ്കരാചാര്യ ദർശനമെന്ന് നാം മനസ്സിലാക്കണം. ഭാരതീയമായിരിക്കുന്ന, അതായത് അല്ലെങ്കിൽ ഹൈന്ദവമായിരിക്കുന്ന തത്വശാസ്ത്രങ്ങളെ, ഭാരതീയം തന്നെയാണെങ്കിലും ബൗദ്ധ ദർശനങ്ങൾ കീഴടക്കിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം. ഈ അവസരത്തിൽ ഔപനിഷദ ധർമ്മത്തിൻ്റെ പ്രാശസ്ത്യം വെളിവാക്കുവാൻ വേണ്ടി അവതരിച്ച ഒരു മഹാത്മാവാണ് ശങ്കരാചാര്യർ. അദ്ദേഹം 6 ദർശനങ്ങളിലും വേദാന്ത ദർശനത്തെ മാത്രം അംഗീകരിച്ചു. പൂർവമീമാംസാ ശാസ്ത്രത്തെ നിഷേധിച്ചു. പക്ഷെ അന്ധമായി ഒന്നിനെ നിഷേധിച്ചിട്ടില്ല. ആ ഏകമായിരിക്കുന്ന പരബ്രഹ്മമെന്ന ആ തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴികളല്ല ഒന്നും തന്നെ എന്ന് മാത്രം നിഷേധിച്ചു. അല്ലാതെ ഒരു ദർശനങ്ങളെയും അദ്ദേഹം കണ്ണടച്ച് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആധികാരികമായ പ്രാമാണികമായ തെളിവുകൾ ധാരാളമുണ്ട്. എന്തൊക്കെയാണ് ദർശനമെന്ന്? അതാണ് പ്രസ്ഥാനത്രയ ഭാഷ്യം എന്ന് പറയുന്നത്. ബ്രഹ്മസൂത്രം, ഈശാദി ദശോപനിഷത്തുക്കൾ, ശ്രീമദ് ഭഗവത്ഗീത, ഇവയുടെ ഭാഷ്യമാണ് പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ. അതിലൂടെയാണ് വേദത്തിൻ്റെ സാരം അദ്വൈത ദർശനമാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്. ഇത് കൂടാതെ സൗന്ദര്യലഹരി അദ്ദേഹം എഴുതിയല്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രാമാണ്യമുണ്ട്. സൗന്ദര്യലഹരിക്ക് ആധികാരികമായി വ്യാഖ്യാനം എഴുതിയത് ലക്ഷ്മീധരനാണ്. ആദ്യമായി വ്യാഖ്യാനം എഴുതിയത് ലക്ഷ്മീധരനാണ്. ആ ലക്ഷ്മീധരൻ തൻ്റെ വ്യാഖ്യാനത്തിൽ എപ്പോഴും ശ്രീ ശങ്കരാചാര്യയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അതുതന്നെയാണ് സൗന്ദര്യലഹരി എഴുതിയത് ലക്ഷ്മീധരനാണെന്ന് പറയാൻ കാരണം. പിന്നീടുള്ളത് ഭജഗോവിന്ദമാണ്. അത് ശങ്കരാചാര്യ അല്ല എന്നാലും പറയാറില്ല. ഭജഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറയാൻ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷേ ഡുകൃഞ്ഞ് കരണേ. ഡുകൃഞ്ഞ് കരണേ എന്ന് പറയുന്ന ധാതുവാണ്. വ്യാകരണത്തിലെ ഒരു ധാതു സൂത്രമാണത്. ഡുകൃഞ്ഞ് കരണേ. ഡുകൃഞ്ഞ് എന്ന ധാതുവിൻ്റെ ക്രിയയാണ് കരണം. കരണാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. കൃ എന്ന ധാതുവാണ്. അത് പഠിക്കുന്ന വൈയാകരണനോട് പറഞ്ഞു, അത് പഠിച്ചിട്ട് കാര്യമില്ല, ഗോവിന്ദനെ ഭജിക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ ഭജ ഗോവിന്ദം എന്ന് തന്നെ പറയാൻ കാരണം എന്താണ്? അവിടെ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ വേണ്ടിയായിരിക്കാം. വിഷ്ണുവും ശിവനും ഒന്നും ശങ്കരാചാര്യർക്ക് വ്യത്യാസമൊന്നുമില്ല. എല്ലാറ്റിലും എന്താണ് പരബ്രഹ്മ തത്വം മാത്രമേ ദർശിക്കുന്നുള്ളൂ. പക്ഷെ അതിലും ഉപരിയായൊരു തത്വം അവിടെ ഇരിക്കുന്നുണ്ട്. ഭജ ഗോവിന്ദം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സ്വന്തം സതീർത്ഥ്യനോടായിരിക്കാം ശങ്കരാചാര്യ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ശങ്കരാചാര്യരുടെ ഗുരു ഗോവിന്ദ ഭഗവത്പാദരാണ്. സ്വന്തം ഗുരുവിനെ ഭജിക്കുവാനാണ് തൻ്റെ സതീർത്ഥ്യനോട്, ഗോവിന്ദ ഭഗവത്പാദരുടെ മറ്റൊരു ശിഷ്യനോടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് പറഞ്ഞിരിക്കുന്നത്. നീ വ്യാകരണമൊക്കെ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, ഗുരുവിനെ അനുസരിച്ച് ജീവിക്കൂ എന്നൊരു തത്വമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരൊറ്റ വാക്ക് മതി. ഭജഗോവിന്ദം എഴുതിയത് ശങ്കരാചാര്യനെന്ന് പറയാൻ കാരണം
എല്ലാവരും പറയും വിഷ്ണുവിനെ ഭജിച്ചതാണെന്ന്. ആയിരിക്കാം, ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. ഇനിയും വാക്കുകൾ ഒരുപാടുണ്ട്. നാളെ ഇനി ഗംഗാ ജല കണിക പീത എന്നൊക്കെ ഒരുപാട് വാക്കുകളുണ്ട്. ഭഗവത്ഗീത, കിഞ്ചിതീത എന്നൊക്കെ പറയുന്ന ഒരുപാട് വാക്കുകൾ ഈ ഭജഗോവിന്ദത്തിലുണ്ട്. പിന്നീടുള്ള പ്രപഞ്ചസാര തന്ത്രമാണ്. ഈ പ്രപഞ്ചസാര തന്ത്രവും ശങ്കരായരല്ല എന്ന് പല അഭിനവ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. എന്നാൽ ആ പ്രപഞ്ചസാര തന്ത്രത്തിന് വ്യാഖ്യാനം എഴുതിയത് പത്മപാദാചാര്യരാണ്. ശങ്കരാചാര്യരുടെ തന്നെ ശിഷ്യനായ പത്മപാദാചാര്യരാണ് പ്രപഞ്ചസാര തന്ത്രത്തെ വ്യാഖ്യാനിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാമാണികത ശങ്കരാചാര്യരിൽ തന്നെ നിക്ഷിപ്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും കൃതികളിലൂടെയാണ് ശങ്കരാചാര്യരുടെ ആ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിട്ട് ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കി. ഈ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ നാം വളരെ സമർത്ഥന്മാരാണ്. അതായത് കേരളത്തിലുള്ള ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ശങ്കരാചാര്യരെന്നാണ് ഒരു കെട്ടുകഥ. ഒരിടത്ത കാര്യം പറഞ്ഞില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ല. അപശൂദ്രാധികരണത്തിൽ പറയുന്നുണ്ട്, ശൂദ്രന്മാർക്ക് വേദാധികാരമില്ലാത്തതിനാൽ വേദാന്തത്തിലും അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, പക്ഷെ അതിൻ്റെ തത്വം മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ശൂദ്രൻ എന്ന പദപ്രയോഗം നാം എന്താണെന്ന് മനസ്സിലാക്കണം. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജാതിയല്ല വസ്തുത്തിൽ. ആ പദപ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് വേദത്തെയും പുരാണങ്ങളെയും തന്ത്രങ്ങളെയും ഒക്കെ വിൽപ്പന ചരക്കാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ശങ്കരാചാര്യർ അത് പറഞ്ഞത് വളരെ ശരിയാണ് എന്നാണ് ഇന്ന് അഭിപ്രായപ്പെടുന്നത്. അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? നവീകരിച്ചു. ആചാരങ്ങളൊക്കെ നവീകരിച്ചു, ക്ഷേത്രങ്ങൾ മുഴുവനും. കൊടുങ്ങല്ലൂരിൽ പോയി അദ്ദേഹം അവിടുത്തെ മൃഗബലി, കോഴി ബലിയൊക്കെ നിർത്തലാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അത് വാസ്തവത്തിൽ ശങ്കരാചാര്യ ചെയ്തിട്ടുണ്ടോ? 32 വയസ്സ് വരെ ജീവിച്ച് കാശ്മീരിൽ പോയി സർവജ്ഞപീഠം കയറിയ ശങ്കരാചാര്യർക്ക് കേരളത്തിൽ ജീവിക്കാൻ എത്രമാത്രം സമയം കിട്ടി? അദ്ദേഹം സന്യസിക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ പുറത്തു പോയിരിക്കുന്നു. പിന്നെ കേരളത്തിലെ ഒരൊറ്റ നമ്പൂതിരിയും അദ്ദേഹത്തെ അടുപ്പിച്ചിട്ടില്ല ഇങ്ങോട്ട്. എന്നിട്ടാണ് പറയുന്നത് ശങ്കരാചാര്യരാണ് ഇതൊക്കെ നവീകരിച്ചതെന്ന്. കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും ശങ്കരാചാര്യ പോയിട്ടില്ല. ശങ്കരാചാര്യ പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് എപ്പോഴാണ്? സ്വന്തം അമ്മയുടെ അന്ത്യസമയത്ത് മാത്രമാണ് തിരിച്ചെത്തിയത്. അതും കഴിഞ്ഞ് ശങ്കരാചാര്യൻ തിരിച്ചു പോവുകയും ചെയ്തു. ശങ്കരാചാര്യ മഠം പോലും കേരളത്തിൽ സ്ഥാപിച്ചിട്ടില്ല. ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കുള്ള വേണ്ടിയുള്ള മഠം സ്ഥാപിച്ചത് എവിടെയാണ്? ശൃംഗേരിയാണ്. കിഴക്ക് ഭാഗത്തേക്ക് വേണ്ടിയുള്ള മഠം സ്ഥാപിച്ചത് പുരിയിലാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വേണ്ടി ദ്വാരകയിലാണ്. വടക്ക് ഭാഗത്തേക്ക് വേണ്ടി സ്ഥാപിച്ചത് കേദാർനാഥിലാണ്. ഏതായിരുന്നാലും ഇത്രയും മഠങ്ങളാണ് സ്ഥാപിച്ചത്, അതും കേരളത്തിലില്ല. പിന്നെ എങ്ങനെയാണ് ശങ്കരാചാര്യ കൊടുങ്ങല്ലൂരിലെ ബലി നിർത്തലാക്കിയെന്ന് പറഞ്ഞു? ഇനി കൊടുങ്ങല്ലൂരിൽ സാക്ഷാൽ പരശുരാമനാണ് പ്രതിഷ്ഠ എടുത്ത് പറയുന്നുണ്ട്. പരശുരാമൻ ശ്രീചക്രം അവിടെ സ്ഥാപിച്ചു. പിന്നീട് ശങ്കരാചാര്യ സ്ഥാപിച്ച മറ്റൊരു ശ്രീചക്രം കൂടി ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അത് ആദിശങ്കരൻ തന്നെയാണെന്ന് എന്താണ് തെളിവുള്ളത്? ശങ്കരാചാര്യ ജീവിത ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവിടെ 2 ഗ്രന്ഥങ്ങളുള്ളത്. ഒന്ന് ശ്രീ ശങ്കര ചരിതം, മറ്റൊന്ന് ശ്രീ ശങ്കര ദിഗ്വിജയം. ഈ 2 ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും തന്നെ ശ്രീ ശങ്കരാചാര്യർ മൃഗബലി നിർത്തലാക്കി എന്ന് പറയുന്നില്ല, ക്ഷേത്ര നവീകരണം നടത്തിയെന്ന് പറയുന്നില്ല. ഈ ബ്രഹ്മസൂത്രത്തിൽ തന്നെ ഒരു സൂത്രം അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. അശുദ്ധമിതി ചെയ്യുന്ന ശബ്ദാത് എന്ന സൂത്രം വ്യാഖ്യാനിക്കുമ്പോൾ യാഗത്തിന് വേണ്ടിയുള്ള പശുഹിംസ അശുദ്ധമല്ലെന്നും പാപമല്ലെന്നും വളരെ വ്യക്തമായി അദ്ദേഹം പ്രസ്താവിക്കുന്നു. അങ്ങനെയുള്ള ശങ്കരാചാര്യർ എങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ പോയിട്ട് അവിടുത്തെ കോഴി വെട്ട് നിർത്തലാക്കിയതാണ് ചോദ്യം.
ഇനി അതിരിക്കട്ടെ, ശങ്കരൻ നിർത്തലാക്കി. ശങ്കരാചാര്യർ ജനിച്ചതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് തച്ചോളി ഉദയനൻ ജനിച്ചത്? തച്ചോളി ഉദയനാണ് അവിടെ എന്ത് ചെയ്തത്? അവിടെ ആധിപത്യം സ്ഥാപിച്ച് അവിടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ചില നവീകരണ പ്രവർത്തന, ചില നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തിയെന്നും അതിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂരിൽ കോഴി വെട്ടിയിരുന്ന കാലത്ത് തച്ചോളിക്കോഴിയാണ് ആദ്യം അവിടെ വെട്ടിയിരുന്നത്. ഇപ്പോഴും എന്താണ് അവിടെ തച്ചോളിക്കോഴി ഹാജരുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോഴും തച്ചോളിക്കോഴി ഹാജരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെ ഈ ഭരണി മഹോത്സവം തുടങ്ങുന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ 1200 വർഷം മുമ്പ് ശങ്കരാചാര്യർ നിർത്തലാക്കിയിരുന്നെങ്കിൽ തച്ചോളി ഉദയനൻ അവിടെ കോഴിയെ കൊണ്ടുവരില്ലല്ലോ. തച്ചോളി ഉദയനൻ ജീവിച്ചിട്ട് ചിലപ്പോൾ 400 വർഷത്തോളം ആയിട്ടുണ്ടാവും, കോഴിയെ കൊണ്ടുവരില്ല. അപ്പം ഇത്തരത്തിൽ ചില അസംബന്ധ ഭാഷണങ്ങൾ നാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് പറയുന്ന അടികൾ എന്ന വംശത്തിൻ്റെ ഉൽപ്പത്തിയാണ് ഒരു കെട്ടുകഥ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ നാം വളരെ സമർത്ഥന്മാരാണ്. ഒരിക്കലും ആധികാരിക പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കില്ല. വേദത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. വേദത്തിൽ അങ്ങനെയല്ല പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുമ്പോൾ വിവേകാനന്ദൻ അത് ചെയ്തിട്ടില്ലേ, നാരായണ ഗുരു അത് ചെയ്തിട്ടില്ലേ, ദയാനന്ദ സരസ്വതി അങ്ങനെ ചെയ്തിട്ടില്ലേ, എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാതെ ചോദിക്കും. പക്ഷെ ഇങ്ങനെ ചോദിക്കേണ്ട ചോദ്യമാണോ? പുലിമുരുകൻ അത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പുലിമുരുകനെ പോലെ ചെയ്യാൻ പറ്റുമോ? ഇത്തരത്തിൽ അതൊന്നും എന്തല്ല, പ്രമാണമല്ല. പ്രമാണമാണ് വേണമെന്തോളം വേദം പഠിക്കണം, അല്ലെങ്കിൽ ഉപനിഷത്തുക്കൾ പഠിക്കണം, അല്ലെങ്കിൽ പുരാണം എടുത്തു നോക്കണം, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം എടുത്തു നോക്കണം. ഇതൊന്നും എടുത്തു നോക്കാതെ അവരത് ചെയ്തിട്ടുണ്ട് ഇവരത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് പ്രമാണമല്ല. അപ്പോൾ പലരും എന്താണ്, സ്വന്തം നിജസ്ഥിതി, സ്വന്തം ആത്മപ്രശംസ ചെയ്യുവാനുള്ള തിരക്കിലാണ് പലരും. ചിലർ സഞ്ചരിച്ച് പല സ്ഥലത്ത് അമേരിക്കയിലും ജനീവയിലും ലണ്ടനിലൊക്കെ പോയി സഞ്ചരിക്കും. എന്നിട്ട് പറയും അമേരിക്കയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഒരാൾ പ്രസംഗിക്കുകയുണ്ടായി, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കണ്ടത് 75% പേരും അവിടെ പ്രാണായാമം ചെയ്യുന്നു. അമേരിക്കയിൽ പോയിട്ട് ഒരു സ്ഥിതി വരെ കണക്കെടുക്കേണ്ടത് ഏതെങ്കിലും പരിശോധിക്കണമെങ്കിൽ ഞാൻ ജീവിക്കുന്ന കൊച്ചു ഗ്രാമത്തിൽ എത്ര പേര് ബീഡി വലിക്കുന്നുണ്ട്, എത്ര പേര് കള്ള് കുടിക്കുന്നുണ്ട്, എത്ര പേര് സിഗരറ്റ് വലിക്കുന്നുണ്ട് എനിക്കറിയില്ല. കാരണം ഞാൻ അതിൻ്റെ സ്ഥിതി വരെ കണക്കെടുത്തിട്ടില്ല. പിന്നെ അമേരിക്കയിൽ വിമാനം ഇറങ്ങുമ്പോഴത്തേക്ക് ഇയാൾക്ക് മനസ്സിലായത് അവിടെ 75% പേരും പ്രാണായാമം ചെയ്യുന്നു, 90% പേരും അവിടെ വെജിറ്റേറിയൻസാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ്. ഇങ്ങനെ ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയാല്ലാതെ മറ്റൊന്നും തന്നെ ഈ പ്രസംഗങ്ങളിലോ പ്രഭാഷണങ്ങളിലോ ആരും പറയുന്നില്ല. തത്വം പറയാൻ ആരും ശ്രദ്ധിക്കുന്നില്ല. അവർക്കൊക്കെ എന്താണ്, ഒരു ജാലിയൻ കണാരനായി മാറണം. അങ്ങനെ ജാലിയൻ കണാരനായിട്ട് ഞാൻ ഇത് ചെയ്തു എന്ന് പറയും. അമേരിക്കയിൽ പോകണം, അത് ജനീവയിൽ പോയിട്ടുണ്ട്, അതുപോലെ ജപ്പാനിൽ പോയപ്പോൾ അത് കണ്ടിട്ടുണ്ട്, ഹിമാലയത്തിൽ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുക എന്നല്ലാതെ ശരിയായ വസ്തു എന്ത് എന്ന് ആരും തന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല.